നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിന് ഭീഷണിയെന്ന് കരുതുന്നവരെ ഉൾപ്പെടുത്തി അതിൻ്റെ റിപ്പോർട്ടർ വിങ്ങാണ് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് NIA വെളിപ്പെടുത്തുമ്പോൾ അതിൽ നിറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കിയെന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യ 2047 എന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങളെന്നാണ് NIA പറയുന്നത്. ശ്രീനിവാസിന്റെ കൊലപാതകം ഈ അജണ്ടയുടെ ഭാഗമായിരുന്നു. ഈ ഗൂഢാലോചന തെളിയിക്കുന്ന രേഖകളും ശബ്ദ സന്ദേശങ്ങളും ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനനുസരിച്ച് 2022 പോപ്പുലർ ഫ്രണ്ടിനെതിരെ NIA കേസ് രജിസ്റ്റർ ചെയ്തത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും ചെയ്തു. പിന്നീട് പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസിന്റെ കൊലപാതക കേസും ഇതിനൊപ്പം ചേർക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് ഭീഷണിയെന്ന് കരുതുന്നവരെ എങ്ങനെയാണ് വകവരുത്താനുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് കോടതിയിൽ NIA വിശദീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ ഇതിലുണ്ടാകും. ഈ വിവരങ്ങൾ ജില്ലാതലത്തിൽ ക്രോഡീകരിച്ച് സംസ്ഥാന നേതാക്കൾക്ക് കൈമാറുകയാണ് പതിവ്. ഈ വിവരങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പുതുക്കും. പിന്നീട് സർവീസ് വിങ്ങും ഹിറ്റ് ടീമും ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അണികളെ പരിശീലിപ്പിക്കുന്നതിന് ഒരു ആയുധ പരിശീലന വിഭാഗവും പോപ്പുലർ ഫ്രണ്ടിനുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ഭീതിയുണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് ആയുധ പരിശീലന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നതായും NIA പറയുന്നു. NIAയുടെ ആരോപണങ്ങളെല്ലാം പ്രതികൾ നിഷേധിച്ചു. ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണെന്നാണ് പ്രതികളുടെ വാദം. കുറ്റം തെളിയിക്കുന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളില്ല. 3 വർഷമായി കസ്റ്റഡിയിലാണ്. അന്വേഷണം പൂർത്തിയായി. വിചാരണ തുടങ്ങാൻ സമയമെടുക്കുന്നത് കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്നതായിരുന്നു പ്രതികളുടെ ആവശ്യം. എന്നാൽ കോടതി ആവശ്യം തള്ളി. ഹർജിക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് വിലയിരുത്തുകയും ചെയ്തു. മറ്റ് മുസ്ലിം സംഘടനകളെ ഒതുക്കി സമുദായത്തിന്റെ ഏക നേതൃത്വമായി മാറാനും SDPIയിലൂടെ രാഷ്ട്രീയ അധികാരം നേടി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനും PFI പദ്ധതിയിട്ടിരുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി മുൻ ജഡ്ജി ഉൾപ്പെടെ 1000-ഓളം പേരെ കേരളത്തിൽ വധിക്കാൻ പട്ടിക തയ്യാറാക്കിയിരുന്നുവെന്ന് കൊച്ചിയിലെ NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീനിവാസൻ വധക്കേസിലെ 51-ാം പ്രതി സിറാജുദ്ദീനിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടികയിൽ മറ്റു മതങ്ങളിലെ 240 പേരുണ്ട്. 15-ാം പ്രതി അബ്ദുൾ വഹാബിൽ നിന്ന് മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ 5 പേരുടെ വിശദ വിവരങ്ങൾ ലഭിച്ചു. 17-ാം പ്രതി മുഹമ്മദ് സാദിഖിൽ നിന്ന് ലഭിച്ച ഒരു രേഖയിൽ 197-ഉം മറ്റൊന്നിൽ 35 പേരുണ്ട്. 69-ാം പ്രതി അയ്യൂബ് TAയിൽ നിന്ന് 500 പേരുടെ പട്ടികയും ലഭിച്ചു. മുസ്ലിം സമുദായ പ്രശ്നങ്ങളിൽ കായികമായി ഇടപെടാനും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് പ്രതിരോധിക്കാനും പദ്ധതികൾ ഒരുക്കി. നീതിപീഠം, സൈന്യം, പോലീസ് എന്നിവയിൽ ഉൾപ്പെടെ വിശ്വസ്തരായ കേഡർമാരെ തിരികെ കയറ്റിയാൽ എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ സായുധ കലാപം എന്നിവയും ലക്ഷ്യമിട്ടു. ശിക്ഷിക്കാൻ ദാറുൽ ഖുവസ കോടതി, റിപ്പോർട്ടേഴ്സ് വിംഗ്, ഫിസിക്കൽ ആൻഡ് ട്രെയിനിംഗ് വിംഗ്, സർവീസ് വിംഗ്, ഹിറ്റ് ടീം എന്നിവ രൂപീകരിച്ചിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗമായ റിപ്പോർട്ടേഴ്സ് വിംഗാണ് വ്യക്തികൾ, ഹിന്ദു നേതാക്കൾ, സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങിയവ ദിവസവും നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുന്ന വിവരം ഉപയോഗിച്ചാണ് കൊല്ലേണ്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നിശ്ചയിച്ചത്. ആക്രമിക്കുന്ന ദൗത്യമാണ് സർവീസ് വിംഗ്, ഹിറ്റ് ടീം നിർവഹിക്കുക. ദാറുൽ ഖുവസ എന്ന കോടതിയാണ് ശിക്ഷ നിശ്ചയിച്ചിരുന്നത്. ISIS ഭീകരത അനുകരിക്കാൻ ഭീകരാക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ കാണിച്ച് പരിശീലനം നൽകി. ശ്രീനിവാസൻ വധം പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരതയുടെ തെളിവാണ് ശ്രീനിവാസൻ വധമെന്ന് NIA പറയുന്നു. പ്രതികൾക്ക് ശ്രീനിവാസനുമായി വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ല. പലരും അറിയുക പോലും ഇല്ലാത്തവരാണ്. സംഘടനാ നേതൃത്വം തീരുമാനിച്ച കൊലപാതകം നടപ്പാക്കിയാണ് പ്രതികൾ ചെയ്തതെന്ന് NIA പറയുന്നു. ഭീകരതയിലൂടെ രാജ്യത്ത് സമാന്തര നീതി വ്യവസ്ഥ സ്ഥാപിക്കാനുള്ള ശ്രമം രഹസ്യമായി നടത്തിയെന്നാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ആരോപണം. നേരത്തെ തന്നെ റെയ്ഡിൽ പിടിച്ചെടുത്ത തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിൽ പ്രതികൾ ലക്ഷ്യമിട്ടവരെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നിരുന്നു. ഭരണകൂട നയങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തി ഭീകരത സൃഷ്ടിക്കാനും ഭീകര സംഘടനകളായ ലഷ്കർ-ഇ-തോയ്ബ, IS, അൽ-ഖ്വയ്ദ എന്നിവയിലേക്ക് യുവാക്കളെ ആകർഷിക്കാനും ശ്രമിച്ചു. സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചും രഹസ്യ സന്ദേശങ്ങൾ കൈമാറിയുമാണ് പ്രതികൾ സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നത്. ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും കോടതിയെ നേരത്തെയും NIA അറിയിച്ചിരുന്നു.